Hello everyone, welcome to EduFlix Net Coaching. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫുൾ സിലബസും കവർ ചെയ്ത് റിവിഷൻ ആവശ്യമായുള്ള രീതിയിലുള്ള ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം ഡേറ്റ് അടുത്തതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാൻഡിഡേറ്റ്സും പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ ചെയ്യുന്ന ടൈമായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടീച്ചിങ്ങിൻ്റെ മീനിങ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ലെവൽസ് ഓഫ് ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ദെൻ ടീച്ചർ സെൻറ്റേർഡ് വേഴ്സസ് ലേണർ സെൻറ്റേർഡ് മെത്തേഡ്, ഓഫ്ലൈൻ ഓൺലൈൻ മെത്തേഡ്, ദെൻ സ്വയംപ്രഭ, അതുപോലെ തന്നെ മൂക്സ്, ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ്, ദെൻ ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. മീനിങ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് മീൻസ് പഠിപ്പിക്കലാണ്, അധ്യാപനമാണ്. ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദെൻ ഇൻഫർമേഷൻസും നോളജും ഐഡിയാസും ഷെയർ ചെയ്യുന്നു. സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായകമാകുന്നു. ടീച്ചിങ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്, ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് കൂടിയാണ്. ദെൻ ടീച്ചിങ്ങിന് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോളുണ്ട്. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടീച്ചിങ്. ദെൻ കമ്മിങ് ടു ആപ്റ്റിറ്റ്യൂഡ്, ഒരാൾക്ക് ഇൻബിൽട്ടായി കിട്ടുന്ന അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്, അഥവാ നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പഠിപ്പിക്കാനുള്ള കഴിവിനെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഒരു ലക്ഷ്യമുണ്ടാകും. അതുപോലെ തന്നെ ടീച്ചിങ്ങിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ബ്ലൂംസ് ടാക്സോണമിയിലൂടെയും ഗാഗ്നെ ആൻഡ് ബ്രിഗ്സ് മോഡലിലൂടെയും നമുക്ക് പരിചയപ്പെടാം. ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂം എന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനെയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി മീൻസ് ക്ലാസിഫിക്കേഷൻ. ടീച്ചിങ്ങിൻ്റെ ഹൈറാർക്കിക്കൽ ഓർഡർ അനുസരിച്ചാണ് ഇവ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ദ കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ നോളജ് ബേസ്ഡ് ഡൊമൈൻ ആണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുന്നു. കോഗ്നിഷൻ ഈസ് റിലേറ്റഡ് ടു മെമ്മറി. ദെൻ ഇൻ്റലക്ച്വൽ സ്കിൽസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ലെവലിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവിൽ വരുന്നത്. കോഗ്നിറ്റീവ് ഡൊമൈനെ 6ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന്. നോളജ് മീൻസ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഒബ്ജക്റ്റീവ് ആണ്. ലൈക്ക് നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, അതുപോലെ തന്നെ കളേഴ്സ്, ഇവയൊക്കെ പഠിക്കില്ലേ, അത് തന്നെയാണ്. ഇതിൽ എന്താണ്, തിങ്കിങ്ങിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ജസ്റ്റ് അത് പഠിച്ചു വെക്കുക, അത് തന്നെ പറയുക, അല്ലെങ്കിൽ റെസിറ്റേറ്റിംഗ് ഒള്ളിയാണ്. ദെൻ കോംപ്രിഹെൻഷൻ, നോളജ് ലെവലിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു, അതിനെ സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അടുത്തതായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ അപ്ലൈ ചെയ്യുന്നു, അതിനെ യൂസ് ചെയ്യുന്നു, അതാണ് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത്. ഇപ്പം നമ്പർ സിസ്റ്റം തന്നെയാണെങ്കിൽ നോളജ് ലെവലിൽ നമ്മളത് പറഞ്ഞു പഠിക്കുന്നു, 1 2 3 എന്ന്. ദെൻ കോംപ്രിഹെൻഷനിൽ അതിനെ മനസ്സിലാക്കുന്നു, ദെൻ ആപ്ലിക്കേഷനിൽ അവയെ അപ്ലൈ ചെയ്യുന്നു, ദെൻ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ്. അപ്ലൈ ചെയ്ത കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നു, പഠിച്ചതും അപ്ലൈ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതാണ് അനാലിസിസ്. ദെൻ വരുന്നത് സിന്തസിസ്. വ്യത്യസ്തമായ എലമെൻസിൽ നിന്നും അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ നിന്നും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ് സിന്തസിസിൽ വരുന്നത്. ഉദാഹരണം, നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു നമ്പേഴ്സ് പഠിച്ചതിന് ശേഷം. അപ്പം ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മളിപ്പോൾ ബോർഡ് മാസ് പഠിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നുള്ള. ഇവയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നൊരു മെത്തേഡാണ് ബോർഡ് മാസിൽ വരുന്നത്. അപ്പം ഇവിടെ വ്യത്യസ്തമായ എലമെൻസിൽ നിന്നും അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ നിന്നും പ്രോബ്ലം ചെയ്യുന്നതാണ്
സിന്തസിസിൽ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇവാലുവേഷൻ. പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു ഫേസാണ്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ക്ഷമതയാണ് ഇവാലുവേഷൻ ഫേസിൽ വരുന്നത്. സെക്കൻഡ് വൺ ഈസ് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഫീലിംഗ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ്. അഫക്റ്റീവ് ഡൊമൈനിൽ ഒരു ഹൈ ലെവൽ ഡൊമൈൻ ആയിട്ടാണ് വരുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഫക്റ്റീവ് ഡൊമൈനിനെ 5 തരംതിരിച്ചിരിക്കുന്നു: റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. റിസീവിങ് മീൻസ് ഈ ഒരു ലെവലിൽ സ്റ്റുഡൻറ്റിൻ്റെ മെമ്മറി അളക്കുക എന്നുള്ളതാണ്. റെക്കഗ്നിഷൻ മീൻസ് നോ അഗെയിൻ ഫ്രം വൺസ് പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഒരാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് റിസീവിങ്ങിൽ വരുന്നത്. ദെൻ റെസ്പോണ്ടിങ്. റെസ്പോണ്ടിങ് മീൻസ് ലേണിങ്ങിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് ലേണിങ്ങിൽ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. അവരുടെ റെസ്പോൺസ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ ഈസ് വാല്യൂയിങ്. എന്തൊക്കെ അറിവാണ് സ്റ്റുഡൻറ്റിന് കിട്ടിയത് എന്ന് അളക്കുകയും അതുപോലെ തന്നെ അവയെ ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ് വാല്യൂയിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസിങ്. ലേണിങ്ങിലൂടെ കിട്ടിയ ഇൻഫർമേഷൻ, ഐഡിയാസ്, ഇവ എന്തൊക്കെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർ ഉൾക്കൊണ്ടത് എന്താണ് എന്ന് ആണ് ഈ ഒരു ലെവലിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറൈസിങ്. കൃത്യമായ അറിവുകൾ സ്റ്റുഡൻസിൽ എത്തിയോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ എത്തിയിരിക്കുന്ന നോളജിനെ കൃത്യമായി വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് അഫക്റ്റീവ് ഡൊമൈൻ്റെ ലാസ്റ്റ് ലെവലായ ക്യാരക്ടറൈസിങ്ങിൽ വരുന്നത്. അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ ഈസ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഒരു ആക്ഷൻ ബേസ്ഡ് ഡൊമൈനാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയർ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുമാണ്. സൈക്കോമോട്ടർ ഡൊമൈൻ മീൻസ് എങ്ങനെ ഒരു ടൂളിനെ സ്കിൽഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അതായത് പഠിച്ച കാര്യങ്ങൾ ഫിസിക്കലി എങ്ങനെ യൂസ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് MBBS കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്യുന്നപ്പം MBBS ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്, ദെൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ അത് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് സൈക്കോമോട്ടർ ഡൊമൈനിൽ വരുന്നത്. സൈക്കോമോട്ടർ ഡൊമൈനിനെ 5 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഒബ്സർവിങ്, ഇമിറ്റേറ്റിംഗ്, പ്രാക്ടീസിങ്, അഡാപ്റ്റിംഗ് ആൻഡ് നാച്ചുറലൈസേഷൻ. നമ്മളൊക്കെ ഒരു എക്സാമ്പിൾ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ TV-യിലൊരു ഡാൻസ് ഷോ കാണുന്നു. ആ ഷോ കണ്ടിട്ട് നമ്മൾ ആരാണോ കളിക്കുന്ന ആ ഡാൻസറുടെ സ്റ്റെപ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിന് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, ആ കണ്ട കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ കാര്യം തന്നെ അയാൾ കാണിച്ച എങ്ങനെയാണോ അതേപോലുള്ള രീതിയിൽ തന്നെ നമ്മളതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് അഡാപ്റ്റിംഗ്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റെപ്സിൽ ചേഞ്ചസ് വരുത്തുന്നതാണ് അഡാപ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നതാണ് അഡാപ്ഷൻ ലെവലിൽ വരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് നാച്ചുറലൈസേഷൻ. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നാച്ചുറലൈസേഷൻ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൽസ് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് നാച്ചുറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാഗ്നെ ആൻഡ് ബ്രിഗ്സ് മോഡൽ. ഗാഗ്നെ ആൻഡ് ബ്രിഗ്സ് മോഡലിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ 5 തരംതിരിച്ചിരിക്കുന്നു: വെർബൽ ഇൻഫർമേഷൻ, ഇൻ്റലക്ച്വൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസ്, മോട്ടോർ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. വെർബൽ ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ എങ്ങനെ വെർബലി എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ സമർത്ഥിക്കുന്നു എന്നുള്ളതാണ് വെർബൽ ഇൻഫർമേഷനിൽ വരുന്നത്.
സെക്കൻഡ് വൺ ഈസ് ഇൻ്റലക്ച്വൽ സ്കിൽസ്. ഇൻ്റലക്ച്വൽ സ്കിൽസിൽ ഒരാൾക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള അയാളുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിനുള്ള കഴിവ് സ്റ്റുഡൻറ്റിലുണ്ടോ എന്നുള്ളതാണ്, ആ ഒരു കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇൻ്റലക്ച്വൽ സ്കിൽസിൽ വരുന്നത്. തേർഡ് വൺ ഈസ് കോഗ്നിറ്റീവ് സ്കിൽസ്. നമ്മൾ പറഞ്ഞു ഇൻ്റലക്ച്വൽ സ്കിൽസിൽ ഒരാൾ ഒരു പ്രോബ്ലം എങ്ങനെയാണ്, ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്, അത് എക്സിസ്റ്റിംഗ് റൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി കോഗ്നിറ്റീവ് സ്കിൽസിലാണെങ്കിൽ അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാളുടെ മെമ്മറി പവർ യൂസ് ചെയ്തുകൊണ്ട് പുതിയ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്നത്. ഉദാഹരണം പുതിയ പുതിയ ടെക്നിക്സ്, ഇപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നെ, അതായത് ഇപ്പം നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നുണ്ട് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡ്സ്, ട്രിക്സ് പഠിക്കാൻ ഓർത്ത് വെക്കാനുള്ള കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ സ്കിൽസ്. മോട്ടോർ സ്കിൽസിൽ ഒരാളുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും മസിൽസും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മീൻസ് ഒരാളുടെ മനോഭാവം എങ്ങനെയാണ് അതിനെ രൂപീകരിച്ചെടുക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നത്. ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇവിടെ കഴിഞ്ഞു. അടുത്തതായി ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന്. മെമ്മറി ലെവൽ അഥവാ തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഹെർബർട്ട് ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രൊപ്പോണൻറ്റ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഏറ്റവും ഫസ്റ്റ് ലെവൽ, അതുപോലെ തന്നെ തോട്ട്ലെസ് ലെവലുമാണ്. സബ്ജക്റ്റ് സെൻറ്റേർഡ് ആയിരിക്കും ടീച്ചിങ്. ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്, അതുകൊണ്ട് തന്നെ തിങ്കിങ്ങിന് യാതൊരു പ്രാധാന്യവുമില്ല. ഉദാഹരണത്തിന് ഫോർമുലാസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, ഇവയൊക്കെ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ ഒരു ലെവലിൽ വരുന്നത്. ദെൻ മെമ്മറി ലെവലിൽ ടീച്ചിങ്ങിനെ കോഗ്നിറ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ബ്ലൂംസ് ടാക്സോണമിയിലെ നോളജ് ബേസ്ഡ് ഒബ്ജക്റ്റീവാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് കവർ ചെയ്യുന്നത്. മെൻ്റൽ എബിലിറ്റിയും മെമ്മറിയുമാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. റോട്ട് ലേണിംഗ് എന്നും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ലേണിംഗ് എന്നും മെമ്മറി ലെവലിനെ വിളിക്കുന്നു. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് അഥവാ തോട്ട്ഫുൾ ലെവൽ ഓഫ് ടീച്ചിങ്. മോറിസൺ ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രൊപ്പോണൻറ്റ് അഥവാ എക്സ്പോണൻറ്റ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ ബാക്കിയായിട്ടാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി ലെവലിനേക്കാളും ഹയർ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റലക്ട് സെൻറ്റേർഡ് ആണ്, അതുപോലെ തന്നെ മെമ്മറിയും മാസ്റ്ററിയുമാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നത്. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിൽ പഠിച്ച അഫക്റ്റീവ് ഡൊമൈനുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് അഥവാ അപ്പർ തോട്ട്ഫുൾ ലെവൽ ഓഫ് ടീച്ചിങ്. ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ എന്നും റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ വിളിക്കുന്നു. ടോപ്പിക്കിനെ പറ്റി ഡീപ്പായി ചിന്തിക്കുന്ന ഒരു ലെവലാണ്. റിഫ്ലക്റ്റീവ് മീൻസ് ഗിവിങ് കെയർഫുൾ തോട്ട് ടു സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് സൈക്കോമോട്ടർ ഡൊമൈനുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ ഈ ഒരു ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ഹണ്ട് ആണ്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ലേണിംഗ് എന്ന് നമുക്ക് നോക്കാം. ലേണിംഗ് മീൻസ് ഒരാൾക്ക് നിലവിലുള്ള സ്വഭാവം അല്ലെങ്കിൽ പ്രിഫറൻസസ്, സ്കിൽസ്, നോളജ് എന്നിവ മോഡിഫൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവ പുതിയതായി നേടിയെടുക്കുന്നതിനു വേണ്ടിയോ ഉള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാക്ടിക്കൽ നോളജ് നേടിയെടുക്കാൻ വരുന്ന ആളിനെയാണ് ലേണർ എന്ന് വിളിക്കുന്നത്. ഒരു ടീച്ചർക്ക് ഡിസിഷൻ മേക്കറുടെ റോള് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ലേണേഴ്സിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ലേണർക്ക് എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കാൻ
സാധിക്കുന്നത് എന്നും എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് കൊടുത്താൽ കൂടുതൽ എഫക്റ്റീവായി കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതും ടീച്ചർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഒരു ലേണറുടെ ഇൻ്റലിജൻസ് ലെവൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റി, പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ലേണിംഗ്. ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സുമുണ്ട്. എന്ത് രീതിയിൽ ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുപോകണം എന്നുള്ളത് ലേണറുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഒരു ലേണറുടെ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രത്തോളം ഇൻഫർമേഷൻ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും, അത് എത്ര നാൾ ഓർത്തിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് കോഗ്നിറ്റീവ് ക്യാരക്ടർ പറയുന്നത്. ഉദാഹരണമായിട്ട് ചില കുട്ടികൾ എല്ലാം പഠിക്കും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ മറന്നുപോകും. അത് ഓർത്ത് വെക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. എന്നാൽ ചില കുട്ടികളാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എപ്പോൾ ചോദിച്ചാലും ഓർത്തിരിക്കും, അതിനുള്ള റിപ്ലൈ കൊടുക്കുകയും ചെയ്യും. ഇതാണ് കോഗ്നിറ്റീവ് ക്യാരക്ടർ. ഒരാളുടെ ബ്രെയിനിനെയും അല്ലെങ്കിൽ ഓർമ്മശക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കാഡമിക് ക്യാരക്ടർ പറയുന്നത് ഒരാളുടെ അക്കാഡമിക് ലെവൽ, എത്ര വരെ പഠിച്ചു, എന്ത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ലഭിച്ചത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് വരുന്നത് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു ലേണറുടെ വികാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവുന്നവരുണ്ട്, ദേഷ്യവും സന്തോഷവും ഒക്കെ പെട്ടെന്ന് വരുന്നവരുണ്ട്. ഇതാണ് ഇമോഷണൽ ക്യാരക്ടർ. ഒരാൾ എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ലേണറെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അയാളുടെ ഇമോഷണൽ ക്യാരക്ടർ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അടുത്തായിട്ട് വരുന്നത് സോഷ്യൽ ക്യാരക്ടറാണ്. ഒരാൾ വളർന്നു വരുന്ന സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, പൊളിറ്റിക്സ് എന്നിവ മനസ്സിലാക്കിയെടുക്കുന്നതിലാണ് സോഷ്യൽ ക്യാരക്ടർ വരുന്നത്. ലേണേഴ്സ് 2 തരത്തിലുണ്ട്. ലേണേഴ്സിൻ്റെ ഏജ് വെച്ച് അഡൾട്ട് ലേണേഴ്സ് എന്നും അഡോളസെൻ്റ് ലേണർ എന്നും തരംതിരിച്ചിരിക്കുന്നു. അഡൾട്ടിൻ്റെയും അഡോളസെൻറ്റിൻ്റെയും സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്. WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 10 മുതൽ 19 വയസ്സ് വരെ അഡോളസെൻറ്റും 24 മുതൽ 65 വരെ അഡൾട്ടുമാണ്. അപ്പം ഇവരുടെ ഒരു പോയിൻ്റ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അഡൾട്ട് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അഡോളസെൻ്റ് എങ്ങനെയായിരിക്കും. നമ്മുടെ കമ്പാരിസൻ്റെ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്: സോഷ്യൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വില്ലിംഗ്നെസ് ടു ലേൺ, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണർ, ഈസിലി അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ച്, ദെൻ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ലേണിംഗ് പവർ, ദെൻ നെർവസ്നെസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് അഡൾട്ടിലും അഡോളസെൻറ്റിലും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ടേബിൾ പോലെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന അഡൾട്ടും സെക്കൻഡ് വൺ അഡോളസെൻറ്റുമാണ്. സോഷ്യൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? അഡൾട്ടിൽ വളരെയധികം കൂടുതലായിരിക്കും, അഡോളസെൻറ്റിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അഡൾട്ട് മീൻസ് അവരുടെ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ അത് ഗ്രോത്ത് ഗ്രോൺ ആയിട്ടുള്ള ഒരു ഏജാണ്. അതുകൊണ്ട് തന്നെ അഡൾട്ടിൽ അത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല. ദെൻ അഡോളസെൻറ്റിൽ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പീരീഡാണ്. ദെൻ വില്ലിംഗ്നെസ് ടു ലേൺ എന്നുള്ളത് അഡൾട്ടിന് വളരെയധികം കൂടുതലായിരിക്കും, അഡോളസെൻറ്റിന് കുറവായിരിക്കും. അതായത് പഠിക്കാനൊരു മടിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഡോളസെൻ്റ് ലേണേഴ്സിൽ കണ്ടുവരുന്നു. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണർ എന്ന് പറയുന്നത് അഡൾട്ടിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വളരെ നല്ല ആറ്റിറ്റ്യൂഡുമായിരിക്കും. കാരണം അവർ ഗ്രോണപ്പാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ വളരെയധികം നല്ല ആറ്റിറ്റ്യൂഡുമായിരിക്കും മോസ്റ്റ് ഓഫ് ദ അഡൾട്ടിലും ഉള്ളത്. ദെൻ അഡോളസെൻറ്റിൽ അത്ര കണ്ടു വരുന്നില്ല. ഈസിലി അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ച്, അത് അഡൾട്ടിൽ വളരെ കുറവാണ്. അഡോളസെൻറ്റിൽ ചേഞ്ചസുമായിട്ട് അവർ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റഡ് ആകുന്നു. കാരണം അഡോളസെൻ്റ് എന്ന് പറയുമ്പം അവരുടെ ആ ഒരു വളർന്നു വരുന്ന പീരീഡാണ്. മെമ്മറി ആണെങ്കിലും അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു സ്പേസുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അഡൾട്ടിലുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അതായത് ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷന് അഡൾട്ടിന് സാധിക്കുന്നു. പക്ഷേ അഡോളസെൻറ്റിൽ അതില്ല.
പുറത്തുനിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു മോട്ടിവേഷൻ ആവശ്യമായിട്ട് വരുന്നു അഡോളസെൻറ്റിൽ. ദെൻ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അഡൾട്ടിൽ സ്റ്റേബിളാണ്. കാരണം അവർ ഓൾറെഡി സൊസൈറ്റിയുമായിട്ട് പഴകി, അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലാണ് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ദെൻ അഡോളസെൻറ്റിൽ വരുമ്പം അവർ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് പഴകിക്കൊണ്ടിരിക്കുകയാണ്, സൊസൈറ്റിയുമായിട്ട് പഴകുകയാണ്. അതുപോലെ തന്നെ പുതിയ കൾച്ചർ അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ദെൻ ലേണിംഗ് പവർ വരികയാണെങ്കിൽ അഡൾട്ടിൽ ഇല്ല, അഡോളസെൻറ്റിൽ ഉണ്ട്. കാര്യം ലേണിംഗ് പവർ എന്ന് പറയുമ്പം അവരുടെ മെമ്മറി അതുപോലെ തന്നെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ആവുന്ന ആ ഒരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ അഡോളസെൻറ്റിന് ലേണിംഗ് പവർ കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി അഡൾട്ടിന് കുറവായിരിക്കും. ദെൻ നെർവസ്നെസ് അഡൾട്ടിന് ഇല്ല, അതുപോലെ തന്നെ അഡോളസെൻറ്റിന് നെർവസ് ആകും. കാരണം അവർ സെൽഫ് കോൺഷ്യസ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അഡോളസെൻറ്റിന് നെർവസ്നെസ് കൂടുതലായിരിക്കും. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അഡൾട്ട് ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വളർച്ചയുടെ ആ ഒരു പീരീഡ് അവിടെ നിന്ന് ഈ ഒരു ഏജിൽ. അഡോളസെൻറ്റിനെന്ന് പറയുമ്പം അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. അവരുടെ മെമ്മറി അതുപോലെ തന്നെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ വളരെയധികം ഷാർപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയുന്നതും വളരെയധികം കൂടുതലായിരിക്കും അഡോളസെൻറ്റിൽ. ഇത്രയും കാര്യങ്ങളാണ് പോയിൻ്റ് ഓഫ് കമ്പാരിസണിൽ അഡൾട്ട് ലേണേഴ്സിനെയും അഡോളസെൻറ്റ് ലേണേഴ്സിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡുമുണ്ട്, ലേണർ സെൻറ്റേർഡ് മെത്തേഡുമുണ്ട്. ആദ്യമായി ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ ടീച്ചറിലായിരിക്കും ഒരു ക്ലാസ്സിൻ്റെ ഫുൾ ഫോക്കസ്. ടീച്ചറായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുന്ന, ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഓരോ കാര്യങ്ങളുടെയും ഡെമോ കാണിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റുഡൻസിന് യാതൊരു റോളുമില്ല. ആക്ടിവിറ്റി ടൈമിലാണെങ്കിൽ സ്റ്റുഡൻസ് അവരുടെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റുഡൻസ് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും വരാൻ ചാൻസ് വളരെയധികം കുറവാണ് ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ. അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് നോക്കാം. ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സസ് വളരെ ഓർഡർലി ആയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഓർഡറിൽ പോകും. ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യും. സ്റ്റുഡൻസ് നോട്ട്സ് എഴുതിയെടുക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വളരെയധികം ക്വയറ്റായിരിക്കും. ടീച്ചർക്കായിരിക്കും ആ ഒരു ക്ലാസ്സിൻ്റെ എല്ലാ കൺട്രോളും. എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിലും നോട്ട്സ് എഴുതുന്നതിലാണെങ്കിലും ക്ലാസ് റൂം ലെക്ചേഴ്സ് നടത്തുന്നതിലാണെങ്കിലും എല്ലാം ടീച്ചറുടെ കൺട്രോളിലായിരിക്കും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ. ദെൻ അടുത്ത് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ദെൻ സ്റ്റുഡൻസ് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഡിസിഷൻസ് എടുക്കുന്നു, സ്വന്തമായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നോട്ട്സ് എഴുതിയെടുക്കുന്നത് മാത്രമേ വരുന്നുള്ളൂ. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു, സ്റ്റുഡൻസ് അത് എഴുതിയെടുക്കുന്നു, അവർ സ്വന്തമായിട്ട് പഠിക്കുന്നു. ദെൻ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്. ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ സ്റ്റുഡൻസ് അവരുടേതായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വൽ വർക്കാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനോ ഒന്നും യാതൊരു സ്പേസും ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സോ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് പറയുന്ന ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ ടീച്ചേഴ്സ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് അത് ബോറിംഗ് ആയിട്ട് തോന്നാം. ദെൻ അവരവരുടേതായിട്ടുള്ള രീതിയിൽ മൈൻഡ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവുകയും ഒക്കെ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ കമ്മിങ് ടു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ. ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും ഒരേപോലെ അവരുടെ
ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലെ ഒരു ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്നു. ഇവിടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഫോക്കസാണ് കിട്ടുന്നത്. അവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും അവരുടെ രീതിയിൽ ചെയ്യുന്നു. പക്ഷേ അവിടെ ടീച്ചറുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുമെങ്കിൽ പോലും സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ എക്സ്പ്രസ് ചെയ്യാനും ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാനും ഒക്കെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷനിൽ സാധിക്കുന്നു. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ്. ഫസ്റ്റായിട്ട് പറയുന്നത് സ്റ്റുഡൻസിന് ഗ്രൂപ്പ് വർക്കിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കിൽ സ്റ്റുഡൻസ് വരുമ്പം അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതുപോലെ തന്നെ കൊളാബറേറ്റീവ് സ്കിൽസ് വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഇതിന് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സെമിനാർസ് അതുപോലെ തന്നെ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ പ്രിപ്പയർഡ് ആയിട്ടും വരും. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് കൈകാര്യം ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാ കാര്യങ്ങളും അവിടെ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റുഡൻസിന് ഫുൾ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം നോയ്സി ആയിട്ട് ബഹളവും സംസാരവും ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ടീച്ചേഴ്സിന് ഇത് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തായിട്ട് വരുന്നത് ടീച്ചേഴ്സിന് എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് സ്റ്റുഡൻസിന് മിസ്സാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നോയ്സി ആയിരിക്കും, അതുപോലെ തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം എന്ന് ഇല്ല. ദെൻ സ്റ്റുഡൻസ് അവരുടെ വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റുഡൻസ് അവരുടേതായിട്ടുള്ള നമ്മുടെ മനസ്സിൽ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ തന്നെ സംസാരിക്കണമെന്നില്ല, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണമെന്നില്ല. അടുത്തായി വരുന്നത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് നമുക്ക് നോക്കാം. ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്താണെന്ന്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ പണ്ട് കാലം മുതലേ ഫോളോ ചെയ്തു വരുന്നത്. ഒരു ടീച്ചർ വരും, ക്ലാസ് എടുക്കും, ദെൻ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് അതേപടി മനസ്സിലാക്കി എടുക്കുന്നതാണ് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ, ഇപ്പം നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെയാണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അക്കാഡമിയിലോ പോയി പഠിക്കണം. അപ്പം അവിടെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്സും അതുപോലെ തന്നെ ടീം എക്സസൈസും ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഓഫ്ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ അനലോഗ് എൻവയോൺമെൻ്റ് ആണ്. ഓഫ്ലൈൻ മെത്തേഡ് നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾസ് പറയാം. ക്ലാസ് റൂം ലെക്ചർ, ഇൻ-ഹൗസ് ടീച്ചിങ്, ദെൻ കോച്ചിങ് ആൻഡ് ട്യൂഷൻസ്, ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, സിമുലേഷൻസ് ആൻഡ് കേസ് സ്റ്റഡീസ്. ഇനി ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്ഡ് എൻവയോൺമെൻറ്റിലൂടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ ഒരു സ്ഥലത്തും സ്റ്റുഡൻ്റ് ഒരു സ്ഥലത്തുമായിരിക്കും. അവിടെ സ്പേസിന് യാതൊരു പ്രസക്തിയുമില്ല. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വ്യത്യസ്തമായ സ്ഥലങ്ങളിലിരുന്ന് എവിടെ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടോ അവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ക്ലാസ് എടുക്കാം. ഇപ്പം നമ്മൾ കറൻ്റ്ലി ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്.
കാരണം സ്റ്റുഡൻസിനൊന്നും സ്കൂളുകളിൽ പോകാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ മെത്തേഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മെത്തേഡിനെ ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്നും ഇ ലേണിംഗ് എന്നും വിളിക്കുന്നു. ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് വിർച്വൽ ക്ലാസ് റൂം, പ്രീ റെക്കോർഡഡ് വീഡിയോ ട്യൂട്ടോറിയൽസ്, ദെൻ മൂക്സ്, സ്വയംപ്രഭ. ഇവ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പൺ സോഴ്സ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, അതായത് OERs, ദെൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. മൂക്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ലോകത്ത് എവിടെയിരുന്നു വേണമെങ്കിലും സ്റ്റുഡൻസിന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ച ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് മൂക്സ് അഥവാ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. 2008 മൂക്സ് കൊണ്ടുവരുന്നത് എങ്കിൽ പോലും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ലേണിംഗ് ടൂൾ ആകുന്നത് 2012 മൂക്സിലൂടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് NPTEL, വിസിക്യു, അതുപോലെ തന്നെ ഓപ്പൺ ടു സ്റ്റഡി, കോസെറ, എഡെക്സ്, യുഡെമി, ദെൻ യുഡാസിറ്റി ഇവയൊക്കെയാണ്. ദെൻ ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ഫീസ് കൊടുത്തും ഉണ്ട്, അതുപോലെ തന്നെ ഫീസ് ഈടാക്കാതെയുള്ള കോഴ്സുകൾ മൂക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ലേണേഴ്സിന് മൂക്സിലൂടെ വീഡിയോ ലെക്ചേഴ്സും അതുപോലെ തന്നെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും അവരുടേതായിട്ടുള്ള, അതായത് സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സ്റ്റുഡൻസുമായിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രൊഫസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടീച്ചിങ് അസിസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൂക്സ്. ദെൻ സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. മൂക്സിൻ്റെ സഹായത്തോടു കൂടി ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്വയത്തിൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2017 സ്വയം ലോഞ്ച് ചെയ്യുന്നത്. ദെൻ MHRD ആണ് സ്വയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ NPTEL, IIT മദ്രാസ്, ഗൂഗിൾ ഇൻക് ആൻഡ് പെർസിസ്റ്റൻ്റ് സിസ്റ്റം ഇവയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് സ്വയം കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ സ്റ്റുഡൻസിന് 80,000 അവേഴ്സും 2,000 കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യാൻ ഒരേ സമയം സ്വയത്തിന് സാധിക്കുന്നു. 9th സ്റ്റാൻഡേർഡ് മുതലുള്ള സ്റ്റുഡൻസിനാണ് സ്വയം പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫ്രീ ലെക്ചേഴ്സാണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം 9th സ്റ്റാൻഡേർഡ് മുതലെന്ന് പറയുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, എഞ്ചിനീയറിംഗ്, ലോ അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വീഡിയോ ലെക്ചേഴ്സായിട്ടും അതുപോലെ തന്നെ സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കുവാനുമുള്ള സൗകര്യമുണ്ട്. ദെൻ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ക്വിസസിലൂടെയും അതുപോലെ തന്നെ മറ്റ് ടെസ്റ്റുകളിലൂടെയും സെൽഫ് അസസ്മെൻറ്റിനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഫോറും അതുപോലെ തന്നെ ഒരു ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷനും സ്വയം പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്നു. ദെൻ സ്വയംപ്രഭ 2017 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു ഡിജിറ്റൽ ഇനിഷ്യേറ്റീവാണ് സ്വയംപ്രഭ. 32 DTH ചാനൽസിലൂടെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് 24/7 ബേസിസിൽ GSAT സാറ്റലൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വയംപ്രഭ. ദെൻ ഓരോ 4 മണിക്കൂറിലും പുതിയ വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, പുതിയ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഓരോ ദിവസവും. ഇത് 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സുകൾ ചൂസ് ചെയ്യാം, ദെൻ അറ്റൻഡ് ചെയ്യാം. ബിസാക് ഗാന്ധിനഗറുമായി അപ്ലിങ്ക് ചെയ്തിട്ടാണ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് NPTEL, IITs, UGC, CEC, ദെൻ IGNOU, NCERT ആൻഡ് NIOS ഇവയാണ്. ദെൻ സ്വയംപ്രഭയുടെ വെബ് പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലിബ്നെറ്റ് സെൻ്ററാണ്. സ്വയംപ്രഭ എന്തൊക്കെ രീതിയിലാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പം
പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എല്ലാ ഡിസിപ്ലിനിലെയും കോഴ്സുകൾ കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, പെർഫോമിംഗ് ആർട്സ്, സോഷ്യൽ സയൻസ്, ദെൻ ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ലോ, മെഡിസിൻ ഇവയെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ 9th തൊട്ട് 12th ലെവൽ വരെയുള്ള സ്റ്റുഡൻസിന് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആണ് സ്വയംപ്രഭയിലൂടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ലേണിംഗ് എയ്ഡ്സും അതുപോലെ തന്നെ ടീച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സ്റ്റുഡൻസിനെ സ്വയംപ്രഭയിലൂടെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. കരിക്കുലം ബേസ്ഡ് കോഴ്സസ് ഇതിലുദ്ദേശിക്കുന്നത് ഇന്ത്യയിലും മറ്റു രാജ്യത്തും ഇരുന്നു കൊണ്ട് എപ്പം വേണമെങ്കിലും ലേണിംഗ് നടത്താം എന്നുള്ള ഒരു ഉദ്ദേശമാണ് കരിക്കുലം ബേസ്ഡ് കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആസ് എ സ്റ്റുഡൻസ്, അതായത് ക്ലാസ് 11th 12th ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. അടുത്തായി ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം അഥവാ ടീച്ചിങ് എയ്ഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സപ്പോർട്ടിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്, അഥവാ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദെൻ ഇത് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആയിട്ട് വരുമ്പോൾ ബുക്സ്, ചോക്ക് ആൻഡ് ബോർഡ്, അതുപോലെ തന്നെ പിക്ചേഴ്സ് ആയിട്ട് വരാം. ദെൻ ഒബ്ജക്ട്സ് ആകുമ്പം ഗ്ലോബ്, മാപ്പ്, സ്പെസിമെൻ ഇവയൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് ആണ്. ഡിവൈസസ് വരുമ്പം DVD അതുപോലെ തന്നെ കമ്പ്യൂട്ടർ. പക്ഷേ ഇവ എന്തൊക്കെ തന്നെ വന്നാലും ടീച്ചറിന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമില്ല. അതായത് ടീച്ചറിന് പകരക്കാരനാകാൻ മറ്റൊന്നിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ടൈം പീരീഡ് വെച്ചിട്ട് കൺവെൻഷണൽ ഓർ ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സ് എന്നും നോൺ കൺവെൻഷണൽ ആൻഡ് മോഡേൺ ടീച്ചിങ് എയ്ഡ്സ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ സെൻസ് ഓഫ് ഓർഗൻസ് വെച്ച് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ് മീൻസ് സെൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഉദാഹരണമായിട്ട് ആക്ച്വൽ ഒബ്ജക്റ്റ്, അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ സാധനം എന്താണോ ശരിക്കുമുള്ള ആ ഒരു ഒബ്ജക്റ്റ് മുന്നിൽ സ്റ്റുഡൻസിന് മുന്നിൽ കാണിച്ച് കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ആക്ച്വൽ ഒബ്ജക്റ്റ്. ദെൻ മോഡൽസ്, അവയുടെ മോഡൽസ് കാണിക്കാം: പിക്ചേഴ്സ്, ചാർട്ട്സ്, മാപ്സ്, ഫ്ലാഷ് കാർഡ്സ്, ഫ്ലാനൽ ബോർഡ്, ദെൻ ബുള്ളറ്റ് ബോർഡ്, ചോക്ക് ബോർഡ്, ഓവർഹെഡ് പ്രൊജക്ടർ, സ്ലൈഡ്സ് ഇവയൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സിൽ വരുന്നത്. എങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡ് ആൻഡ് ചോക്ക് എന്നുള്ളതാണ്. അടുത്തായിട്ട് വരുന്നത് ഓഡിയോ എയ്ഡ്സ്. ഓഡിയോ എയ്ഡ് മീൻസ് ഹിയറിംഗ് സെൻസ് ആണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് ഓഡിയോ എയ്ഡ്സിൽ വരുന്നത്. ഉദാഹരണം റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അതുപോലെ തന്നെ ഗ്രാമഫോൺ ഇവയൊക്കെയാണ്. വിഷ്വൽ എയ്ഡ്സ് അതുപോലെ തന്നെ ഓഡിയോ എയ്ഡും നമുക്കൊരു ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡായിട്ട് നമുക്ക് കാണാം. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വരുമ്പം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ട് ഉള്ളൊരു ടീച്ചിങ് എയ്ഡാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്. അതായത് ഒരേ സമയം തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഉദാഹരണമായിട്ട് ടെലിവിഷൻ, ഫിലിം പ്രോജക്റ്റ്, ഫിലിം സ്ട്രിപ്സ് ഇവയൊക്കെയാണ്. അപ്പം ഓഡിയോ വിഷ്വൽ എയ്ഡിൽ 2 സെൻസ് ഓഫ് ഓർഗൻസിന് സ്റ്റിമുലസ് കൊടുക്കുന്നു. ഓഡിയോ എയ്ഡിലും വീഡിയോ എയ്ഡിലും അറ്റ് എ ടൈം ഒരു സെൻസ് ഓർഗനാണ് സ്റ്റിമുലസ് കൊടുക്കുന്നത്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ് ഒരു മോഡേൺ എയ്ഡായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ഇവാലുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഇവാലുവേഷനുള്ളത്. അതുപോലെ തന്നെ ഇവാലുവേഷൻ എന്ന വേർഡിന് വളരെയധികം പ്രസക്തിയുമുണ്ട്. ഇവാലുവേഷൻ മീൻസ് ഒരു സ്റ്റുഡൻറ്റിന്
ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പം എന്തൊക്കെ ഗ്രോത്താണ് ഉണ്ടായത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്, ലേണിങ്ങിലൂടെ അയാൾ എന്തൊക്കെ അഡോപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫീഡ്ബാക്കിനും വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ദെൻ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഇവാലുവേഷനിൽ വരുന്നത്. അതായത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയും ദെൻ ഇൻഫർമേഷൻസ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവാലുവേഷനിലൂടെ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ ഈസ് ടു ഡയഗ്നോസ് ദ വീക്ക്നെസ് ഓഫ് ലേണിംഗ് ഡിഫിക്കൽട്ടി ഓഫ് ലേണേഴ്സ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് ഡിഫിക്കൽട്ടി, അത് നമ്മൾ ഓൾറെഡി ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, അയാളുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഡയഗ്നോസ് ചെയ്യുകയാണ് ഒരു കുട്ടിയുടെ വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ ബലഹീനത എന്താണ്, ലേണിങ്ങിന് അയാൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് അനലൈസ് ചെയ്യുന്നതിന് ഇവാലുവേഷൻ സഹായകമാകുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ടു ടെസ്റ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, അയാൾ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു. ദെൻ ടു ഹെൽപ്പ് ഇൻ പ്രോഗ്നോസിസ്, അതായത് പ്രോബബിൾ ഔട്ട്കം എന്താണോ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് പ്രോഗ്രസ്സും ഡെവലപ്മെൻറ്റും മനസ്സിലാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും നേച്ചർ മനസ്സിലാക്കിയെടുക്കുന്നതിനും ടീച്ചേഴ്സിന് സഹായകമാകുന്നു. ഒരു ടീച്ചറുടെ എഫിഷ്യൻസി മനസ്സിലാക്കിയെടുക്കുന്നത് കുട്ടികൾ ടീച്ചറുടെ ക്ലാസ് എത്രത്തോളം കേട്ടിരുന്നു, അത് എങ്ങനെ മനസ്സിലാക്കിയെടുത്തു എന്ന് അറിയുന്നതിലൂടെയാണ്. സ്റ്റുഡൻസിന് ഹയർ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് എത്രത്തോളം അവർക്ക് എത്രത്തോളം ഏത് ലെവലിൽ എത്താം, ഏത് അഡ്മിഷനാണ് കൊടുക്കേണ്ടത്, എന്തിനുള്ള അഡ്മിഷൻ അവർക്ക് കിട്ടും ഈ ഒരു രീതിയിൽ പഠിച്ചു പോയാലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ സെലക്ഷൻ പ്രോസസ്സിന്, അതായത് ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷൻസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്കോർ വെച്ച് ഓരോ ക്ലാസ്സുകളിലേക്ക് അല്ല ഓരോ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ കോഴ്സുകളിലേക്ക് അവർക്ക് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നു. പാരൻസിന് സ്റ്റുഡൻസിനെ കുറിച്ചൊരു അനാലിസിസ് കിട്ടുന്നതും ഇവാലുവേഷനിലൂടെയാണ്. കമ്മിങ് ടു ഫങ്ഷൻസ് ഓഫ് ഇവാലുവേഷൻ, ഫീഡ്ബാക്ക്, മോട്ടിവേഷൻ ആൻഡ് ബെറ്റർ ഗൈഡൻസ്. ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്തും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എത്രത്തോളം നന്നായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും അതിലൂടെ നമുക്ക് കിട്ടുന്നു. മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കും, അവരുടെ ഇപ്പോഴത്തെ നില വെച്ച്, അതായത് ഇപ്പോൾ കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഏതൊക്കെ പോർഷനാണ് അവർ വീക്ക്, ഏതൊക്കെ പോർഷൻസിലാണ് അവർ നന്നായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുവാനും അതിൽ നിന്നും അവർക്ക് മുൻപോട്ട് വരാനുള്ള മോട്ടിവേഷനും ഇവിടെ കിട്ടുന്നു. ബെറ്റർ ഗൈഡൻസ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈഡൻസ് എന്നുള്ളത്. ഇപ്പം ഒരു മേഖല എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ള ഗൈഡൻസ് കിട്ടും. അതുപോലെ തന്നെ ഇവാലുവേഷന് ശേഷം നമുക്ക് ഏതൊരു തലത്തിൽ, ഇപ്പം മാത്സ് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ മാത്സ് ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഏതിലാണ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് ഇവാലുവേഷനിലൂടെ മനസ്സിലാകുകയും അതനുസരിച്ചുള്ള കോഴ്സുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവാലുവേഷൻ്റെ മറ്റൊരു ഫങ്ഷൻ. ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ്റെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 3 രീതിയിലാണ്: റിട്ടൺ എക്സാമിനേഷൻ, ഓറൽ എക്സാമിനേഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റ് സൊസൈറ്റിയിൽ എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു, അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ നടത്തുന്നത്. ഉദാഹരണമായിട്ട് ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂസ്, ചെക്ക് ലിസ്റ്റ്, ഇവയൊക്കെയാണ് വരുന്നത്.
ആർട്സ് കോളേജസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ കോളേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് കുമുലേറ്റീവ് റെക്കോർഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒബ്സർവേഷൻസും ഇൻ്റർവ്യൂസും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ക്യുമുലേറ്റീവ് റെക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് നമ്മുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്കൂൾ ലീവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ ഒരു ഉദാഹരണമാണ്. അടുത്തതായി ഇവാലുവേഷൻ സിസ്റ്റമാണ് നോക്കാൻ പോകുന്നത്. ഇവാലുവേഷൻ സിസ്റ്റത്തിന് 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: പ്ലേസ്മെൻറ്റ്, ഫോർമേറ്റീവ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന്. നമുക്ക് ഓരോന്നും നോക്കാം. പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ഒരാൾക്ക് ഏത് സ്ഥാനം കൊടുക്കണം എന്ന് അനലൈസ് ചെയ്യുന്നതാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ പുതിയൊരു സ്റ്റുഡൻറ്റ് വന്ന് മാത്സ് ക്ലാസ് ആണെന്ന് വെക്കാം. അപ്പം അവിടെ പുതിയൊരു സ്റ്റുഡൻറ്റ് വന്നപ്പം അയാൾക്ക് മാത്സിൽ എന്തോളം നോളജ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ഒരു ഇൻസ്ട്രക്ഷന് തുടക്കത്തിലായിട്ടാണ് നടത്തുന്നത്. ഒരാളെ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് ഓരോരുത്തർക്കും എവിടെ സീറ്റ് കൊടുക്കണം, ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് കൊടുക്കണോ, സ്വാശ്രയ കൊടുക്കണോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കണോ എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുന്നത്. ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കണോ, കുറച്ചുകൂടെ താഴോട്ട് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷനിലൂടെയാണ്. ദെൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷനെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്നുകൂടി വിളിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അവരതിനെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ റെസ്പോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടീച്ചിങ് എങ്ങനെയാണ് നടക്കുന്നതെന്നും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരിലുണ്ടായ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ഒരു ഇൻറ്റേർണൽ ഇവാലുവേഷനായിട്ട് കണക്കാക്കുന്നു. ദെൻ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഈ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ സ്റ്റുഡൻസിന് ഒരു ലേണിംഗ് ടാർഗറ്റ്സ് കാണും. ഇവ അവർ അക്കംപ്ലിഷ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടത്തുന്നത്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലൂടെ സ്റ്റുഡൻസിന് ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ് കൂടിയാണ് കണ്ടെത്തുന്നത്. ദെൻ ചില ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ദെൻ ഒരു പ്രീ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് നോക്കാം. അതിനകത്ത് സ്റ്റുഡൻസിൻ്റെ, അതായത് ചെറിയ കുട്ടികളുടെ റീഡിങ് സ്ട്രെങ്ത്സ് മനസ്സിലാക്കിയും അവർക്ക് റീഡിങ്ങിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു അതിലൂടെ. അതിനുശേഷം, അതായത് ഈ പ്രീ ടെസ്റ്റ് റിസൾട്ടിന് ശേഷം ഇൻസ്ട്രക്ഷണൽ പ്ലാൻസ് സ്റ്റുഡൻസിന് കൊടുക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ രീതിയിലാണ് അവർ വായിച്ചു പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഒരു ഉദാഹരണമാണിത്. ദെൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ മീൻസ് ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ്. നമ്മുടെ ബോർഡ് എക്സാമിനേഷൻസ് പോലെയാണ്. അതായത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എൻഡിൽ നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അതായത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സമ്മിങ് അപ്പിന് ശേഷമുള്ള ഒരു ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനാണ്. കാരണം ഒരു എക്സ്റ്റേണൽ ബോഡി ആയിരിക്കും ഇതിനെ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കോഴ്സിൻ്റെ ഗ്രേഡ് കിട്ടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് ഇതിലൂടെ നേടിയതെന്നും സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അഥവാ CBCS. UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഇക്വിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റത്തിൽ
ഇക്വാളിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ മെജോറിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യേണ്ടിയും വരുന്നു. സ്റ്റുഡൻസിന് അവരുടെ ഇഷ്ടമനുസരിച്ച് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നില്ല. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2015 UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഓർത്ത് വെക്കുക, 2015 UGC ആണ് CBCS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം PG കഴിഞ്ഞ സ്റ്റുഡൻസിന് CBCS ബേസ്ഡ് ആയിരുന്നു കാണും ഇവാലുവേഷനൊക്കെ. ദെൻ CBCSൽ അവർക്ക് ഇൻ്റർ ഡിസിപ്ലിനറിയിൽ നിന്നും ഇൻട്രാ ഡിസിപ്ലിനറിയിൽ നിന്നും അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് കോഴ്സസും ഓപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് അതായത് CGPAയിലാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഒരു ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ നിന്നും സ്റ്റുഡൻറ്റ് സെൻട്രിക് എഡ്യൂക്കേഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോ കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ അവരുടെ ഇഷ്ടമനുസരിച്ച് പഠിക്കുവാനും ഒന്നോ അതിലധികമോ കോഴ്സുകൾ സെലക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു സംവിധാനം CBCSൽ സ്റ്റുഡൻസിന് കിട്ടുന്നു. CBCS സ്റ്റുഡൻസിന് ഇൻ്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി ആൻഡ് സ്കിൽ ഓറിയൻറ്റഡ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നു. ഇൻ്റർ ഡിസിപ്ലിനറി മീൻസ് ഇപ്പം കൊമേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് സയൻസിൽ നിന്നും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അത് പഠിക്കാനുള്ള ഒരു അവസരമാണ്. ദെൻ ഇൻട്രാ ഡിസിപ്ലിനറി മീൻസ് കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് കൊമേഴ്സിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം. ദെൻ സ്കിൽ ഓറിയൻറ്റഡ് പേപ്പേഴ്സ് അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മോഡ് ഓഫ് ഇവാലുവേഷനാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. ഉദാഹരണത്തിന് എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് കൊമേഴ്സ് പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, അതുപോലെ തന്നെ മൈക്രോബയോളജി വിത്ത് കെമിസ്ട്രി ഓർ എൻവയോൺമെൻറ്റ് സയൻസ്, ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ CBCS ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമുക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറാനുള്ള ഒരു അവസരം കൂടി CBCSലൂടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. Then coming to disadvantages of CBCS, എക്സാക്റ്റ് ആയിട്ടുള്ള ക്യുമുലേറ്റഡ് വെയ്റ്റഡ് ആവറേജ് ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇവാലുവേഷനിലെ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് എന്നുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിങ്ങിനെ നമുക്ക് ഇലക്ട്രോണിക് അസസ്മെൻറ്റ്, അസസ്മെൻറ്റ്, ഓൺലൈൻ അസസ്മെൻറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓർ മീഡിയേറ്റഡ് അസസ്മെൻറ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെൻറ്റ് എന്നൊക്കെ വിളിക്കാം. അതിന് ഒരു ടെക്നോളജിയുടെ ഉപയോഗത്തോട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്. ഒരു നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തോടു കൂടിയാണ് നമ്മൾ
കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. നമ്മുടെ വേർഡ് പ്രോസസ്സറിൽ നിന്നും ഒരു ഓൺ സ്ക്രീൻ ടെസ്റ്റ് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ചില ടൈപ്പ് ഓഫ് ഈ അസസ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ്, ഓൺലൈൻ ഓർ ഇലക്ട്രോണിക് സബ്മിഷൻ, ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിംഗ്. ഇവയൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവ. സോ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ സജഷൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.